ഇപ്പൊ എന്റെ സുഹൃത്തുക്കളെ, വയനാട്ടുകാരെ, നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന കണക്ക് കോൺഗ്രസ്സുകാർ പുറത്തുവിട്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, വയനാട്ടുകാരോടാണ് നിങ്ങൾ അധികം സന്തോഷിക്കേണ്ട. ഇവരുടെ വീട് കിട്ടുമെന്ന് വിചാരിച്ച് മാറി നിന്ന ആ ഒരു പാവം വയനാട്ടുകാർ അധികം സന്തോഷിക്കേണ്ട എന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടല്ല, പക്ഷേ യാഥാർത്ഥ്യത്തോടെ പറയുകയാണ്, അവർക്ക് നിങ്ങൾക്ക് വീട് വെച്ച് തരാനുള്ള പൈസ അവരെ കയ്യിലില്ല. അവർക്ക് ഇനിയും അത് പിരിക്കണം. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഞെട്ടണം സുഹൃത്തുക്കളെ. 5 പൈസ കയ്യിലില്ല. പണ്ടെങ്ങാണ്ട് ഗജരാമനെ കുറിച്ചിട്ട് ആന്റണി പറഞ്ഞ പോലെ പൂച്ച പെറ്റ് കെടുക്കുകയാണ് അക്കൗണ്ടിൽ എന്ന തരത്തിലുള്ള ഒരു വർത്തമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, വയനാട് കോൺഗ്രസ് ദുരിതാശ്വാസ ഫണ്ട് ആകെ ലഭിച്ചത് 5.28 കോടി രൂപ. യൂത്ത് കോൺഗ്രസ് തന്നത് 1.5 കോടി രൂപ. ആപ്പ് നിർമ്മാണത്തിന്, ഈ പൈസ പിരിക്കാനുള്ള ആപ്പില്ലേ, അത് നിർമ്മിക്കാൻ വേണ്ടി ഇവർ കൊടുത്തത് 9 ലക്ഷം രൂപ. ഒരു ആപ്പ് നിർമ്മാണത്തിന് 9 ലക്ഷം രൂപ. അല്ലാഹ്ക്കറിയാം. ഭൂമി വാങ്ങാൻ ആകെ ചെലവായത് 6.18 കോടി രൂപ. എന്നിട്ടും തികയാത്തത് കൊണ്ട് 97 ലക്ഷം രൂപ കൂടി മുടക്കിയിട്ടാണ്, KPCC ഫണ്ടിൽ നിന്ന് മുടക്കിയിട്ടാണ് ഈ ഭൂമി വാങ്ങിച്ചത്. വീട് വെച്ചു കൊടുക്കാൻ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ 5 പൈസയില്ല, അത് ഞങ്ങൾക്ക് വേറെ പിരിക്കേണ്ടി വരുമെന്നർത്ഥം. ഏതോ ഒരു വയനാട്ടുകാരൻ സുഹൃത്തെ, ഞാൻ കഴിഞ്ഞ തവണ ഒരു വീട് ചെയ്തപ്പോൾ അതിനടിയിൽ എഴുതി വെച്ചിരിക്കുന്നു, വയനാട് ഒരു 3 ഏക്കർ ഭൂമി വാങ്ങിക്കാൻ 6 കോടി രൂപയോ എന്നാ ചോദിച്ചേ. വയനാട് ഒരു ഭൂമി വാങ്ങിക്കാൻ, 3 ഏക്കർ എങ്ങാണ്ട് ഭൂമി വാങ്ങിക്കാൻ 6 കോടി രൂപയോന്ന് അന്തം വിട്ട് കണ്ണു തള്ളിക്കൊണ്ട് എന്റെ ചാനലിൽ താഴെ തന്നെ ഒരാൾ കമന്റ് അടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനൊക്കെ ഉത്തരം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന പാവ മനുഷ്യനാണ്. പിരിച്ച തുക ഭൂമിക്കും ആപ്പിനും കൂടി ചെലവായി. വീട് നിർമ്മാണത്തിന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഇനി ഞങ്ങളോട് വീടെവിടെയെന്ന് നിങ്ങൾ ചോദിക്കരുതെന്ന് സണ്ണി ജോസഫ് ഇതാ പറഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾ ആരും ഗവൺമെന്റിന് വീട് തരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കണ്ട, അത് കിട്ടൂല, 15 ലക്ഷം രൂപ വാങ്ങിച്ചു പോയിക്കോ എന്ന് ഇവരുടെ ആഹ്വാനം കൊണ്ട് 15 ലക്ഷം രൂപയും വാങ്ങിച്ചു പോയി വഴിയാധാരമായി പോയ ആളുകളോട് ആരുത്തരം പറയും? നിങ്ങളെ വീടുകൾ ലഭിക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന കോൺഗ്രസ് അനുഭാവി കുടുംബങ്ങൾ ഇനി ആരോട് പോയി പരാതി പറയും? ഇരുന്ന് കരയുന്നുണ്ടായിരിക്കും, നെഞ്ചകം വേദനിക്കുന്നുണ്ടായിരിക്കും വയനാട്ടുകാരുടെ. നിങ്ങളെ സ്വരാജ് വിളിച്ച ആ വാക്കില്ലേ, അതിപ്പോഴും നമ്മുടെ ഭൂമികയിൽ നിന്ന്, നിങ്ങളുടെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. ആ വാക്ക് ഏതായിരുന്നു? ദാറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ്. എന്താ സംതിങ് ലൈക്ക് I forgot the word. എന്തായാലും പറയുന്ന കേൾക്കൂ. ഇപ്പൊ ഞാനും ആണ് അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ആ അക്കൗണ്ടിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട്, മലയാളികളോട് പറയുന്നു, ആകെ ഇതുവരെ ലഭിച്ചത് 5,38,21,632 രൂപയാണ്. ആ അക്കൗണ്ടിൽ ആകെ ലഭിച്ചത് 5,38,21,632 കോടി രൂപയാണ്. എന്റെ സുഹൃത്തുക്കൾ, എന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള അത്ഭുതം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് ആകെ പിരിക്കാനായത് അത് മാത്രമാണ്. വെറും 5 കോടി രൂപ. വെറും 5 കോടി രൂപ. കേരളത്തിലെ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം കൊടുത്തത് 20 കോടി രൂപയാണ്. 20 കോടി രൂപയാണ്. ആക്രിപറിക്കും ചായ വിറ്റും ഒക്കെയാണ് അവരത് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് വെറും 5 കോടി രൂപയെ കിട്ടിയുള്ളൂ. ഇങ്ങനെ ഇവരെന്ത് വിചാരിച്ചിട്ടാണ് 130ഉം 250ഉം വീടുകളൊക്കെ വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞേ? എന്തിന്റെ പുറകിലാണ്? അതിലെ 2 ഘട്ടങ്ങളിലായിട്ട് KPCC പ്രസിഡന്റിന്റെ പേരിൽ, അത് പേഴ്സണലായിട്ടല്ല, ആരോ ഒരു തമാശ പറഞ്ഞു, അത് സണ്ണി ജോസഫും സതീശനും നാമനിർദ്ദേശ പത്രികയിലെ ഈ സ്ഥലം കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അത് അവരുടെ അറിവില്ലായ്മയായിരിക്കാം. ആദ്യഘട്ടത്തില് 3 ഏക്കർ 24.5 സെന്റ് ഭൂമി KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എന്റെ പേരിൽ 3,68,36,382 രൂപ മുടക്കി 3 ഏക്കർ 24.5 സെന്റ് സ്ഥലം 3,68,36,382 രൂപ ചെലവിൽ ആ സ്ഥലം വാങ്ങി.
3,68,00,000. 3,68,00,000. മുദ്രപത്രം രജിസ്ട്രേഷൻ ഫീസ് TDS 73,90,985 രൂപ കൂടി ഈ ഭൂമിയുടെ രജിസ്ട്രേഷനും അതിന്റെ സർവേ ഉൾപ്പെടെയുള്ള TDS കാര്യങ്ങൾക്കൊക്കെ ചെലവായി. രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കെല്ലാം കൂടി UDF-നില്ല എന്ന് വന്നാൽ അതാണ് ഞങ്ങൾക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലുള്ള അനുഭവം. പോയിന്റ് അതിന്റെ കൂടെ പോയിന്റ് പറയുന്നത് ഇത്തരത്തിൽ മാൽ പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യത ഇതിന്റെ അകത്ത് പ്രകടമല്ലേ? എങ്ങനെയുണ്ട്? അപ്പോ അതായത് കോൺഗ്രസ് ഇപ്പൊ കണക്ക് ഏറെക്കാലമായി, എത്ര കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, കണക്കെവിടെ എന്ന് ചോദിക്കുമ്പോൾ എലക്ഷന്റെ ഈ മൂലയ്ക്ക് എലക്ഷൻ മൂക്ക് മുട്ടുന്ന സമയത്താണ് ഇവർക്ക് കണക്ക് പുറത്തുവിടാൻ കഴിഞ്ഞത്. പുറത്തുവിട്ട കണക്കായിട്ട് കോൺഗ്രസിന് തന്നെ അതിഭീകരമായ തിരിച്ചടിയാവുന്ന കണക്കാണ് പുറത്തുവിട്ടത്. ഇത് കോൺഗ്രസിന് തിരിച്ചടിയല്ലേ സുഹൃത്തുക്കളെ? ഇവരെന്താ പറഞ്ഞ വീട് വെച്ചു കൊടുക്കും. നോക്കൂ, ഉള്ള പൈസയ്ക്ക് മുഴുവൻ ഭൂമി വാങ്ങിച്ചു. ഇനി വീട് വെക്കാൻ പൈസ എവിടെ? അതിനി വേറെ പിരിക്കണ്ടേ? അത് പിരിച്ചാൽ തന്നെ ഇതേപോലെ, ഞാൻ പറയുന്നില്ല, ഇനി ഇപ്പൊ ആപ്പ് കാണാനില്ല, ഇനി വേറെ പിരിക്കണമെങ്കിൽ പുതിയ ആപ്പ് ഉണ്ടാക്കണം. ആപ്പ് ഉണ്ടാക്കാൻ വീണ്ടും 9 ലക്ഷം ചെലവാവില്ലേ? ഞാനിപ്പോ പറയുന്നില്ല. ഇല്ലില്ല, ആ ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഫണ്ടിന്റെ അകത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫണ്ട്, ഇപ്പൊ എന്റെ ഫണ്ട് പോയത്, എന്റെ ഫണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇവിടെ എനിക്കെതിരെ ഒരു സോഷ്യൽ മീഡിയ പ്രചരണമുണ്ട് CPM-ന്റെ. റാഫിക്കെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ആയിരുന്നെങ്കിൽ എനിക്കെതിരെ രമേഷിന്റെ ഒക്കെ വാട്സപ്പിൽ ഉണ്ടാവല്ലോ. എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന വയനാട് ദുരന്തത്തിൽ 10 രൂപ കൊടുക്കാത്ത MLA എന്നാണ് എനിക്കെതിരെ വിശേഷം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഞാനത് പരതിയപ്പോൾ, ഞാനല്ല എന്റെ PA പരതിയപ്പോൾ ചീഫ് സെക്രട്ടറി എനിക്ക് അയച്ച നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 50,000 രൂപ എന്റെ ശമ്പളം കൊടുത്തതിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല കാര്യം. സണ്ണി ജോസഫ് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. CMDRF-ലേക്ക് സണ്ണി ജോസഫ് പൈസ കൊടുത്തിട്ടുണ്ട്, 50,000 രൂപ ശമ്പളം. വളരെ നല്ല കാര്യം. അങ്ങനെ ചെയ്തതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു താങ്കളെ, ഒരു സംശയമില്ല കേട്ടോ. അതിന്റെ കൂടെ എനിക്ക് അയച്ച റിസീറ്റും കൂടെ എന്റെ സ്ഥലത്തിന് 5 കോടി രൂപ മുടക്കി, 5 കോടി രൂപ മുടക്കിയിട്ട് സ്ഥലം വാങ്ങിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് 5 കോടിയില്ല, 3. അല്ലല്ല, നിങ്ങൾക്ക് മലയാളം മനസ്സിലാവില്ല. അല്ല, അതിനടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 5 കോടിയായിരുന്നു. അതെ, അതിനേക്കാൾ കൂടുതൽ മുടക്കി. നിങ്ങൾക്ക് മനസ്സിലായില്ല? വേറെ ചോദിച്ചു, ഇവരോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞുതരാം. ആദ്യത്തെ ഈ ചോദ്യത്തിനല്ലേ ആദ്യം മറുപടി. 3,68,36,388 രൂപ മുടക്കി ആദ്യത്തെ സ്ഥലം മേടിച്ചു. എന്നിട്ട് രണ്ടാമത്തെ സ്ഥലത്തിന് 2,50,30,272 രൂപ കൊടുത്തു. അപ്പൊ ഏകദേശം 6 കോടി എടുത്തു. റഫായിട്ട് പറഞ്ഞത് 5 കോടി കൂടുതൽ 6 കോടി. 6 കോടിയായി. അത് അതിന്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ ഉള്ളവര് ഡീൽ ചെയ്തു. അല്ല, ഇപ്പൊ വീട് വെക്കാനിപ്പോ എന്ത് ചെയ്യും? അല്ലേ? എന്റെ വലിയ കൺഫ്യൂഷൻ അതാ. അതെ, കേരളത്തിലെ സംഘടനാ സംവിധാനത്തിന്റെ വിജയമാണ് പാർലമെന്റ് ഇലക്ഷനിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അഭൂതപൂർവമായ വിജയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് സംഘടന, സത്യം പറഞ്ഞ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടി ജനങ്ങൾക്ക് ഇവരെ വിശ്വാസമില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതേസമയം ഗവൺമെന്റിനെ അപാരമായിട്ട് വിശ്വസിക്കുന്ന ജനങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളത്തിലൊരു പ്രബല പാർട്ടിയാണ്, പ്രബല പാർട്ടി തന്നെയാണ് കോൺഗ്രസ്, ഒരു സംശയമില്ല. പ്രബല പാർട്ടി ആവണം. ഒരിക്കലും ഒരു 3ാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് നീങ്ങിപ്പോകരുതെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, കേട്ടോ. ഞാൻ അടക്കമുള്ള ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ തന്നെ ആയിരിക്കും. കോൺഗ്രസ് ഇവിടെ വേണം. ഒരു പ്രബല പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിന് വയനാട് ദുരിതബാധിതർക്ക് അവർ വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ പിരിക്കാൻ വേണ്ടി ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതുവഴി പിരിച്ചപ്പോൾ കിട്ടിയത് വെറും 5 കോടി രൂപയാണെങ്കിൽ അത് ഈ കോൺഗ്രസിനെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതിന്റെ സൂചനയല്ലേ? കോൺഗ്രസിന് വിശ്വാസമില്ല, അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട് വെച്ച് തരില്ല. ഒരുപക്ഷെ ചരിത്രം ഈ നാട്ടുകാരോട് പറഞ്ഞതായിരിക്കാം. സുനാമി കാലത്ത് എങ്ങാണ്ട് 1000 വീടെങ്ങാണ്ടൊക്കെ ഇവർ ഓഫർ ചെയ്തിരുന്നു.
എത്ര വീട് അവർക്ക് വെച്ച് കൊടുത്തതെന്ന് വല്ല കണക്കുണ്ടോ സുഹൃത്തുക്കളെ? അറിയുന്നവർക്ക് എഴുതാൻ കേട്ടോ. ഇനി എന്റെ അറിവില്ലായ്മയാണെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയുടെ സംഘടനയുടെ ഒരു പരാജയമാണ് എന്ന് പറഞ്ഞപ്പോൾ സംഘടനയുടെ വിജയമാണ് ഞങ്ങള് ഇവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചത്. അത് പോട്ട് ചോദിക്കുന്നത് ഈ ഒരു പിരിവിന്റെ കാര്യമാണ്. ഈ പിരിവിൽ പരാജയപ്പെട്ടില്ലേ? നോക്കൂ, 15 ലക്ഷം വാങ്ങിച്ചു പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറ്റിച്ചു. വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് 100 ചില ആൾക്കാരെ പറ്റിച്ചു. ഈ പാവങ്ങൾ ഇനി എന്ത് ചെയ്യും? വീട് വെച്ച് കൊടുക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ഇനി കോൺഗ്രസിന് സാധിക്കില്ല, തീർച്ചയാണ്. ആ പറമ്പ് അവിടെ പട്ടിക്കും പൂച്ചയ്ക്കും നരിക്കും മൂത്രമൊഴിക്കാനും അപ്പിട്ട് വെക്കാനുള്ള പറമ്പായിട്ട് അത് മാറും. നല്ല കാര്യം കേട്ടോ, മൃഗങ്ങൾക്ക് അങ്ങനത്തെ ഉപകാരം കിട്ടും. എന്തായാലും ഇങ്ങനെ കാട് മൂടിക്കെടുക്കുന്ന ഒരു ഒഴിയാ പ്രേത പറമ്പായിട്ട് ഇവരെ ഇത്തരം പദ്ധതികൾ മാറും എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അവർക്ക് പിരിക്കേണ്ടി വരും. ആ പിരിവിന് അവർ തുടങ്ങിയിട്ടില്ല. ആ പിരിവ് എന്ന് തുടങ്ങും നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞ ആ വീട് ഈ ഒരു ജീവിത കാലഘട്ടത്തില്, കോൺഗ്രസിന്റെ ജീവിത കാലഘട്ടത്തില് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ ഏറ്റവും വലിയ ഒരു നേതാവായിരുന്നു നമ്മുടെ ഐ ഫോർഗോട്ട് ഹിസ് നെയിം, അദ്ദേഹത്തിന്റെ കരുണാകരൻ. അദ്ദേഹത്തിന് കൊടുക്കാമെന്ന്, അദ്ദേഹത്തിന് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീട് പോലും, വീടല്ല ഒരു സ്മാരകം പോലും ഇതുവരെയായിട്ടും പണി തീർന്നിട്ടില്ല എന്നതാണ് സത്യം. സ്വന്തം പാർട്ടിയിലെ നേതാവിന് കൊടുക്കാൻ ഇവർക്ക് കഴിയാത്ത ഇവർ അതൊന്നുമല്ലാത്ത ഈ സാധാരണ ജനങ്ങളെ പരിഗണിക്കുമെന്നുള്ളതിൽ എന്തുറപ്പാണ് ജനങ്ങൾക്കുള്ളതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം കിട്ടുമോ? ബൈ സുഹൃത്തുക്കളെ.